നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടായാലോ? നന്നായി വന്ന എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും മലയാള സിനിമയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുക? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സിനിമയുടെ ജോണറിലേക്ക് വരാം. എനിക്ക് എന്റെ പടത്തിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡും അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡും കാണിക്കണം. അപ്പോൾ എന്റെ മനസ്സിലുള്ളത് ഒരു ടൈം ട്രാവൽ സിനിമയാണ്. ഇനി നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരുടെ ഒരു ലിസ്റ്റ് നോക്കാം. മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ, പൃഥ്വിരാജ്, ഫഹദ്, ഇവര് 5 പേരാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി ഇവരുടെ സാലറികളിലേക്ക് വരാം. മമ്മൂക്കും ലാലേട്ടനും ഓരോരുത്തർക്കായിട്ട് 15 കോടി രൂപയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. രാജുവേട്ടന് 8 കോടി, അതേപോലെ തന്നെ ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലിനും കൂടിയിട്ട് 6 കോടി. ഇവർക്കൊക്കെ സാലറി കൊടുത്ത് തീരുമ്പോഴേക്കും നമ്മുടെ പടത്തിന്റെ ബഡ്ജറ്റ് ഓൾറെഡി 50 കോടി ആയിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട, ഇത് ഒരു പടത്തിന്റെ സാലറി അല്ല, 3 പടങ്ങളുടെ സാലറിയാണ്. ആദ്യം വരാൻ പോകുന്ന പടത്തിന്റെ പേര് ദി എംപയർ, രണ്ടാമത്തത് ആചാര്യ ദ ട്രൂ എംപറർ, മൂന്നാമത്തത് സോമരാജൻ ദ പ്യൂറസ്റ്റ് സോൾ. നമ്മുടെ പടത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് VFX, സെറ്റ്, കോസ്റ്റ്യൂം, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അതൊക്കെ ഉൾപ്പെടുമ്പോൾ തന്നെ 75 കോടിയൊക്കെ ആവും. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ സാലറി കിട്ടുമ്പോൾ ഏകദേശം 100 കോടിയാവും സിനിമയുടെ മൊത്തത്തിലുള്ള ബഡ്ജറ്റ്. ഇനിയുള്ളത് ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫുൾ പൊട്ടൻഷ്യൽസ് ആണ്. നമ്മുടെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളൊരു പടമായിരിക്കും. അതുകൊണ്ട് ഈ പടത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ആദ്യത്തെ ദിവസം തന്നെ വേണമെങ്കിൽ 25 കോടി വരെ ഉണ്ടാക്കേണ്ട സാധ്യതയാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 200 തൊട്ട് 300 കോടി വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതൊരു പാൻ ഇന്ത്യൻ പടമായിട്ട് വളരുമെന്നുള്ളതാണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൈഫൈ, ടൈം ട്രാവൽ, ഹിസ്റ്ററി, ഡിസ്റ്റോപ്പിയൻ വേൾഡ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വന്നാൽ പാൻ ഇന്ത്യൻ തലത്തിൽ ഈ പടം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇനിയുള്ളത് ഇതിന്റെ ഷൂട്ടിംഗ് കാലയളവാണ്. മിക്കവാറും ഇത്രപാട് സ്റ്റാർസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഡേറ്റ് കിട്ടേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു 200 തൊട്ട് 300 ദിവസം എടുത്തിട്ടായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തത്തിൽ കഴിയാൻ പോകുന്നത്. അതുപോലെ തന്നെ ടൈം ട്രാവൽ, സൈഫൈ ഒക്കെ ആയതുകൊണ്ട് ഹെവി VFX ഉള്ളൊരു പടമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും സിനിമയുടെ ആ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സിനൊക്കെ കുറെ അധികം കാലയളവുണ്ടാവും. അതുകൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങി ഒരു 2-2.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം വേണേൽ പടം റിലീസാവാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.